ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനുർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. Our Father in heaven, holy be your name. Your kingdom come, your will be done on earth as it is in heaven. Give us this day our daily bread. Forgive us sins as we forgive those who sin against us. Do not bring us to the test, but deliver us from all evil. Amen. Om yonda pravishya mama vajamimam prasuptam sanjeevayatya shakti dharaswadhamnam anyam sahastacharana shravanatvagadin പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഒരു ദേവാലയം കൂടി അതിൻ്റെ നവീകരണത്തോടുകൂടി ഈ നാട്ടിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. വളരെയധികം സമ്പത്തും അതേപോലെ തന്നെ അധ്വാനവും വേണ്ടുന്ന ഒരു വലിയ പദ്ധതിയാണത്. ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന, എന്നെ വിളിച്ചുകൊണ്ടിരുന്ന സലീം അവറുകൾ, അദ്ദേഹം ഇന്ന് രാവിലെയൊക്കെ ഉച്ചയ്ക്കൊക്കെ വിളിച്ചപ്പോൾ സങ്കടകരമായൊരു വർത്തമാനം പറയുകയുണ്ടായി. ഇതിൻ്റെയൊക്കെ വൈസ് പ്രസിഡൻ്റ് അവറുകളായിരുന്ന ഒരു വ്യക്തി നമ്മളിൽ നിന്ന് വിട്ടുപോയ അതിൻ്റെ സംസ്കരണവുമായൊക്കെ ബന്ധപ്പെട്ട് വളരെ തിരക്കിലായിരുന്നു അദ്ദേഹം. നമുക്ക് അദ്ദേഹത്തിനെ ഓർക്കുക, സ്മരിക്കണം. ദൈവം അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കട്ടെ. ഇഹത്തിൽ ചെയ്ത പാപങ്ങൾക്കെല്ലാം പൊറുതി ഉണ്ടാവട്ടെ. നമ്മുടെ എല്ലാം പ്രാർത്ഥനകൾ അദ്ദേഹത്തോടു കൂടി ഉണ്ടാവട്ടെ. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ ഉദ്ഘാടന സദസ്സിലൊക്കെ പങ്കെടുക്കാൻ. പക്ഷേ ദൈവത്തിൻ്റെ നാഥൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അദ്ദേഹം യാത്രയായിരിക്കുകയാണ്. അവരുടെയൊക്കെ പ്രവർത്തന ഫലം, അധ്വാനം ദൈവം നന്മയിലാക്കി കൊടുക്കട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ സ്മരിക്കാനുള്ളത്. മുൻപേ പ്രസംഗിച്ചവരുടെയൊക്കെ ഞാൻ കേട്ടു. അവരൊക്കെ പറഞ്ഞൊരാശയമുണ്ട്. ഓരോ ദേവാലയങ്ങളും, അതേത് മതത്തിൻ്റേതാവട്ടെ, അതിൽ നിന്നെല്ലാം ലോകം പ്രതീക്ഷിക്കുന്ന ഒരുപാട് നന്മകളുണ്ട്. അപ്പോഴേ അത് ഫങ്ഷനിങ് എന്നതിനപ്പുറം ഫങ്ഷണൽ ആവുകയുള്ളൂ. ഈ ഒരു വാക്ക് ഞാൻ പല വേദികളിലും പറയാറുണ്ട്. നമ്മുടെയൊക്കെ കുടുംബജീവിതം ഇന്ന് ഫങ്ഷനിങ് ആണ്. അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ആണും പെണ്ണും കല്യാണം കഴിക്കുന്നതും അവിടെ കുട്ടികൾ ജനിക്കുന്നതുമൊക്കെ. പക്ഷെ അത് ഫങ്ഷണൽ അല്ലാത്തതിൻ്റെ കൊണ്ടാണ് അത് ഡൈവോഴ്സിലേക്കും, ഇന്നത്തെ പേപ്പറിൽ വേറൊരു വിഷയമുണ്ട്, എന്നിരുന്നാലും അതിൻ്റെ തന്നെ താഴെയിൽ കുട്ടികൾ അനുഭവിക്കുന്ന, വീടുകളിൽ അനുഭവിക്കുന്ന, അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചും അതിഭയാനകമായ അവസ്ഥകളെക്കുറിച്ചും ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. നിലത്തിട്ടടിക്കുന്ന അച്ഛൻ, കള്ളു കുടിച്ചു വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി കള്ളു കുടിക്കാൻ വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടികളുടെ അവസ്ഥ, ഭാര്യയുടെ അവസ്ഥ, മക്കളുടെ അവസ്ഥ, അച്ഛൻ മറ്റൊരു പങ്കാളിയെ തേടി പോകുമ്പോൾ അമ്മയും മറ്റൊരു പങ്കാളിയെ തേടിപ്പോയി കുട്ടി ആരുടെയും അല്ലാതെയായി മാറുന്നൊരവസ്ഥ, ഉള്ള വല്യപ്പനും വല്യമ്മയും അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസും ഇതിനെയും കൂടി കൊന്നിട്ട് പോയിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന അവസ്ഥ. ഇതൊന്നും ഫങ്ഷനിങ് ഫാമിലിയുടെ, അല്ലെങ്കിൽ ഇത് ഇംഗ്ലീഷിൽ തന്നെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്നും മലയാളം എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇല്ല. ഫങ്ഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നടന്നുകൊണ്ടു, അതിങ്ങനെ പ്രവർത്തന സഹിതമായ, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബം എന്നാണ് അർത്ഥം. എന്നാൽ ഫങ്ഷണൽ കുടുംബം എന്ന് പറയുന്നത് സക്രിയമായ, ആ സക്രിയത എന്നൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന മലയാളമല്ല.
അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കാത്തത്. അതിലും എളുപ്പം ഫങ്ഷണൽ എന്ന് പറയുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അമ്മ മറ്റൊരു ജീവിത പങ്കാളിയെ തേടിപ്പോവുക, അച്ഛൻ അതിനു മുമ്പും ഇടപാട് തുടങ്ങി മറ്റൊന്നിൻ്റെ കൂടെ പോകാൻ തയ്യാറായി നിൽക്കുക. രണ്ടുപേരും പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന കുടുംബാവസ്ഥ ഫങ്ഷനിങ് ആണോ? ഫങ്ഷനിങ് പോലും അല്ല. ആ കുടുംബം ഇവിടെ തകർന്നു. പിന്നെ അതെങ്ങനെയാണ് സക്രിയമാകുക? നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ കുടുംബങ്ങൾ പണ്ട് സക്രിയമായിരുന്നു. ഇതേപോലെ തന്നെയാണ് മനുഷ്യൻ്റെ സമസ്ത മേഖലകളിലും നമ്മുടെ മതം ഇന്ന് ഫങ്ഷനിങ് ആണ്. നന്നായി ഫങ്ഷനിങ് ചെയ്യുന്നതിൻ്റെ ലക്ഷണമാണ് വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാവുന്നത്. പള്ളികളാകട്ടെ, ചർച്ചുകളാകട്ടെ, അമ്പലങ്ങളാകട്ടെ പുനർനവീകരിക്കുകയും പുനഃപ്രതിഷ്ഠിക്കുകയും കൂദാശത ചെയ്യപ്പെടുകയും വഖഫ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊക്കെ ഫങ്ഷനിങ് ആണ്. നല്ലോണം പൈസ ഇറങ്ങുന്നുണ്ട്, പൈസ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട്, വാങ്ങാൻ കമ്മിറ്റിക്കാരും മിടുക്കരാണ്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ മതസ്ഥാപനങ്ങൾ പോലും ഫങ്ഷനിങ് അല്ല. ഇവിടെയാണ് കലികാലത്തിൻ്റെയും കിയാമത്ത് നാളിൻ്റെയും ഒക്കെ ലക്ഷണമായി അല്ലെങ്കിൽ ന്യായവിധി ദിവസത്തിൻ്റെയും ഒക്കെ ലക്ഷണമായി ഖുറാനിലും ബൈബിളിലും ഭാഗവതത്തിലൊക്കെ പറയുന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടത്. എല്ലാത്തിനും ആൾ കാണും, എല്ലാം ഫങ്ഷനിങ് ആയിരിക്കും. പക്ഷെ അതിൻ്റെ ഫങ്ഷനാലിറ്റി എവിടെയോ നഷ്ടപ്പെടും. രാഷ്ട്രീയവും ഇങ്ങനെയാണ്. പലതരത്തിലും ഒരു കാലത്ത് മനുഷ്യൻ്റെ കൂടെ നിന്നിരുന്ന, മനുഷ്യനോടൊപ്പം നെഞ്ചോടെ ചേർത്ത് വച്ചിരുന്ന പല രാഷ്ട്രീയ ആശയങ്ങളും ഇന്ന് വെറും ഫങ്ഷൻ മാത്രമാണ്, ഫങ്ഷനാലിറ്റി കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സമസ്ത മേഖലയിലും, രാഷ്ട്രീയമാകട്ടെ, മതമാകട്ടെ, വിഭാഗങ്ങളാകട്ടെ, നമ്മുടെ കുടുംബമാകട്ടെ, നമ്മുടെയൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുമാകട്ടെ, പണ്ടത്തെ വിദ്യാർത്ഥികളാണോ ഫങ്ഷനിങ്? ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് വിദ്യാർത്ഥികളൊക്കെ ഇഷ്ടംപോലെ സ്കൂളുകളിലേക്കും മറ്റും ആകർഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാലയം അതിൻ്റെ ഫുൾ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നാമത്തെ സ്കൂളും രണ്ടാമത്തെ സ്കൂളിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഫങ്ഷനാലിറ്റി ഒന്നും ഇല്ല. കുട്ടികൾ അധ്യാപകരെ കാണുന്നത്, അല്ലെങ്കിൽ ആൺകുട്ടികൾ അധ്യാപികയെ കാണുന്നത്, ആ തീമിനെ അനുകരിച്ചുകൊണ്ട് അടുത്ത കാലത്തൊരു മലയാള സിനിമ ഇറങ്ങുകയുണ്ടായി. സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു ടീച്ചറെ മറ്റൊരു സ്കൂളിൽ നിന്ന് വന്ന 2-3 ആൺകുട്ടികൾ മുട്ടായി കൊടുത്തു. എന്ത്? ടീച്ചറാണല്ലോ, ഫസ്റ്റ് അടിച്ചതിന് ടീച്ചർക്കും കുട്ടികൾക്കും ഒരു മുട്ടായി എന്ന നിലയിൽ ഒരു മുട്ടായി കൊടുത്തോടുകൂടി ടീച്ചർ ബോധം കെട്ടു വീണു. പിന്നീട് നടന്നൊന്നും ഒരു വേദിയിൽ പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ്. അതിൽ ആ ടീച്ചർ അവസാനം പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ എൻ്റെ മക്കളെ പോലെയാണ് കണ്ടത്. ഇവിടെ പഠിക്കുന്ന ആണെങ്കിലും അല്ലെങ്കിലും മറ്റു സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളാണെങ്കിലും ഞാൻ നിങ്ങളെ ഒരു അമ്മയെപ്പോലെ, ഒരു ടീച്ചറെ പോലെയൊക്കെ, മക്കളെ പോലെയൊക്കെയാണ് കണ്ടത്. എന്നാൽ നിങ്ങൾ എന്നാണോ അതിനപ്പുറത്തേക്ക് ഒരു അധ്യാപകയെ കാണാൻ തുടങ്ങിയെന്ന് എനിക്ക് ബോധ്യം വന്നത്, അന്ന് മുതൽ ഞാൻ നിങ്ങൾക്കുള്ള അന്ത്യം കുറിച്ചു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്കൊക്കെ തികച്ചും പ്രതികാരം ചെയ്തിട്ട് അവസാനിക്കുന്ന ഒരു സിനിമ വളരെ അസ്വസ്ഥതയോട് കൂടിയിട്ടാണ് കണ്ടത്. അവസാനം ആ ടീച്ചർ ഗർഭിണിയാകുകയാണ്. കാരണം അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതൊരു സിനിമയായിട്ടാണ് നമ്മുടെയൊക്കെ മുമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ ഭീകരാവസ്ഥയാണ് നമ്മുടെയൊക്കെ സ്കൂളുകളിൽ കാണുന്നത്. പ്രധാന അധ്യാപകനെ ചീത്ത വിളിക്കുന്ന കുട്ടിയുടെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടു. ഫങ്ഷനിങ് ആണോ നമ്മുടെ കലാലയങ്ങൾ? അതുകൊണ്ട് അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് വിചാരിക്കരുത്. എത്രയോ അധ്യാപക സുഹൃത്തുക്കൾ എൻ്റെ കൂടെ പഠിച്ചവരും അധ്യാപകരായിട്ടുണ്ട്, ഹെഡ് മാഷുമാരായിട്ടുണ്ട്, പ്രൊഫസർമാരായിട്ടുണ്ട്, LKG മുതൽ പഠിപ്പിക്കുന്നവരുണ്ട്, PhDക്കും പോസ്റ്റ് ഡോക്ടറൽ ഗവേഷണത്തിന് കൂട്ടുനിൽക്കുന്ന ആളുകൾ വരെ എൻ്റെ സുഹൃത്ത് വലയങ്ങളിലുണ്ട്. അവരൊക്കെ ഒറ്റ ശ്വാസത്തിൽ ഒരേപോലെ പറയുന്നു, പണ്ടത്തെ പോലെ കുട്ടികളോട് നമുക്ക് സ്നേഹം തോന്നുന്നില്ല, വാത്സല്യം തോന്നുന്നില്ല, അവരെ ചേർത്ത് പിടിക്കാൻ തോന്നുന്നില്ല. കാരണം എല്ലാം ചതിക്കുഴികളാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ജോലി ചെയ്ത് തിരിച്ചു വന്നാൽ മതിയെന്ന് മാത്രം. ആ ശമ്പളം കിട്ടുന്നതിൻ്റെ പേരിൽ, ശമ്പളത്തിലോ മറ്റ് ഇൻസെൻറ്റീവ്സിലോ കുറവ് വന്നാൽ അധ്യാപക ജോലിക്ക് ഇനി ആളെ കിട്ടൂല. കാരണം അത്രയ്ക്കും സംഘർഷമാണ് ഓരോ അധ്യാപകനും അധ്യാപികയും ഇവിടെ അനുഭവിക്കുന്നത്. കുട്ടികളുടെ നോട്ടം എങ്ങനെ തടയാൻ, ഏത് നിയമം കൊണ്ടുവന്ന് തടയാനായിട്ടൊക്കെ സാധിക്കും.
ഇതൊന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. എന്തിനേറെ സ്വന്തം വീട്ടിലുള്ളവർക്ക്, മറ്റൊക്കെ പുറമേ നിന്നുള്ള ആളുകൾ ആക്രമിച്ച് ഇല്ലേ, ശത്രുക്കൾ പുറമേ ആയിരുന്നു. ഇന്നത്തെ വാർത്തയിലാണ് ഞാൻ സത്യത്തിൽ ഇന്ന് രാവിലെ മംഗലാപുരത്തുനിന്ന്, ഇന്നലെ മംഗലാപുരത്തായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. രാവിലെ അവിടെ 5 മണിക്ക് പരശുരാം എക്സ്പ്രസ്സിൽ കയറി ഇരുന്നപ്പോൾ പേപ്പർ കൊണ്ടുവന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇന്നലെ നടന്ന ആ കൊലപാതക പരമ്പര ഞാൻ ശ്രദ്ധിക്കുന്നത്. കാരണം ഇന്നലെ യാത്രയായിരുന്നു. യാത്രയിലും ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും നടന്നു. പിന്നെ രാത്രി 12 മണി വരെ ആ പ്രോഗ്രാം നീണ്ടതുകൊണ്ടും ഇന്നലത്തെ വിശേഷങ്ങളൊന്നും ഞാൻ ഫേസ്ബുക്ക് ഒന്നും തുറന്നു നോക്കിയിട്ടില്ല. ഇന്നത്തെ ആ ഒരു 5 ആളുകളുടെ കൊലപാതകം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ മൂഡ് ഓഫാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വീട്ടിലാണിത് സംഭവിച്ചിരിക്കുന്നത്. ഒരു തരത്തിലുമുള്ള ഒരു പ്രശ്നങ്ങളെയും അയൽവക്കക്കാർക്ക് ആ കുട്ടിയിൽ നിന്ന് 23കാരിൽ നിന്ന് ഒന്നും പറയാനില്ല. കൊന്നിരിക്കുന്നത് സ്വന്തം അമ്മയാണ്. അമ്മ മരിച്ചോന്നറിയില്ല, ഏതായാലും ആശുപത്രിയിലാണ്. ആ അമ്മയുടെ അമ്മയാണ്, വല്യമ്മയാണ് ഒന്ന് കൊന്നിരിക്കുന്നത്. അതും ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുമ്പോൾ നമ്മുടെ മനസ്സ് മാറൂല. എനിക്കതാണ് മനസ്സിലാകാത്തത്. ഇത്രയൊക്കെ ദൂരെ ഇതൊക്കെ ചെയ്ത് രാവിലെ 10 മണിക്ക് തുടങ്ങിയ പരമ്പര വൈകുന്നേരം 6:30ക്കാണ് ഇന്നലെ അവൻ പോയി കൂളായിട്ട് വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായി. ഞാൻ 5-6 തട്ടിയിട്ടുണ്ട്, എല്ലാം ചത്ത് കാണും, ഒന്ന് പോയി നോക്കിയേക്കണേ എന്നും പറഞ്ഞ അവിടെ ഇരിക്കുന്നത്. ആദ്യമൊക്കെ ഇവനെന്തോ പുലമ്പുകയാണ്. കാരണം 23കാരൻ പറയേണ്ട വർത്തമാനമാണോ ഇത്? അത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒന്ന് 40 കിലോമീറ്റർ അവിടെയാണോ ഒന്ന് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇത് വെറും വട്ടുകേസാണെന്ന് കരുതി. ആദ്യം കേരളത്തിൽ ഇത്തരത്തിലൊക്കെ സംഗതികൾ വിശ്വസിക്കാൻ വിഷമമാകുക. നമ്മളൊക്കെ ഒരുപാട് നവോത്ഥാനം നടത്തി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു സ്ത്രീകളെ, പെൺകുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു, കലാലയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഉണ്ടാക്കി എല്ലാം കൂടി ഞാനതിനെ എതിര് പറയുമൊന്നുമല്ല. ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഒരു കയർ ഊരി നമ്മുടെ കയ്യിൽ നിന്ന് പോയോ എന്നൊരു സംശയം. ഈ കുട്ടിയും സ്കൂളിൽ പഠിച്ചതല്ലേ? ഈ കുട്ടിയും ഈ പറയുന്ന സംവിധാനങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോയ കുട്ടിയല്ലേ? എങ്ങനെ കഴിയുന്നു? എങ്ങനെയാണ് നമുക്കൊന്നും ഈ കുട്ടിയുടെ ഭാവവ്യത്യാസം മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? അവനും ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു മതസമൂഹമുണ്ട് അവിടെ. അവൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സമൂഹമുണ്ട് അവിടെ. അവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സുഹൃത്ത് വലയങ്ങളും. പണ്ടൊക്കെ ഒരു അങ്ങാടിയിൽ എൻ്റെ അച്ഛൻ ഒരു തയ്യൽക്കാരനായതുകൊണ്ട് ഞാനൊക്കെ എപ്പോഴും ഇപ്പം അദ്ദേഹത്തെയൊക്കെ പറയും, പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ പറയും ഞങ്ങളെ നാട്ടിലെ ആദ്യത്തെ CCTV ആണ് ഇരിക്കുന്നതെന്ന് പറയും. കാരണം ഒരു ബസ് വന്ന് ഇറങ്ങി നിൽക്കുന്ന ഒരു ജൗളിക്കടയുടെ മുമ്പിൽ മെഷീനിലിരുന്ന് തയ്ക്കുന്ന എൻ്റെ അച്ഛൻ്റെ കണ്ണിലൂടെ പോകാത്ത ഒരു സംഗതിയില്ല. ഇത് നല്ലോണം തയ്ക്കും. അതോടൊപ്പം തന്നെ ആര് എവിടെ ഏത് ഡ്രസ്സ് ഇട്ടിട്ട് പോയി എന്നത് ഇവിടെ വന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, എൻ്റെ ഭാര്യ എങ്ങാനും വന്നത് കണ്ടായിരുന്നോ? അപ്പം മുഖം ഉയർത്തി നോക്കി, ഒരു പച്ച ചുരിദാറിട്ടൊരു 10 മിനിറ്റ് മുമ്പേ അങ്ങ് പോയിട്ടേ ഉള്ളൂ. കാരണം അന്ന് മൊബൈലും കാര്യങ്ങളൊന്നുമില്ല. ആർക്ക് വേണ്ടിയിട്ടാണ് ഒരു CCTV ചെയ്യുന്നത് പോലെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമുള്ള ഒരുപാട് കടക്കാരന്നുണ്ടായിരുന്നു. ചായ കുടിക്കാൻ വന്നവരുടെ കണക്ക് അവർക്കുണ്ടായിരുന്നു. ഒരാളന്ന് ചായ കുടിക്കാൻ അന്ന് അബ്ദുക്ക വന്നില്ലെങ്കിൽ ചോദിച്ചു, ഇന്ന് രാവിലെ തൊട്ട് അബ്ദുക്കാനെ കണ്ടില്ലല്ലോ, ഒരു ചായ 10 മണിക്ക് കുടിക്കേണ്ടതാണല്ലോ, 10 മണിക്കില്ലെങ്കിലും വൈകുന്നേരം 4 മണിക്ക് വരേണ്ടതാണെങ്കിലോ. ഉടനെ അവിടെ അന്വേഷണം വരും. വല്ല കഞ്ഞി കുടിക്കാതെ കിടക്കുകയാണോ അല്ലെങ്കിൽ വല്ല പനി പിടിച്ച് കിടക്കുകയാണോ എന്നുള്ളത് അവിടെ ഉത്തരം അവിടെ കിട്ടും. ഇന്ന് ആര് വരുന്നു ആര് പോകുന്നു ആ CCTV എല്ലായിടത്തും ഉണ്ട്. കാര്യത്തിന് പരിശോധിക്കാൻ ചെല്ലുമ്പോൾ CCTVയിൽ ഒരു കാര്യം ഉണ്ടാകുകയില്ല. ഒരു തെളിവിന് പോലും അതൊന്നും കിട്ടാത്ത കാര്യം. ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ ഓർത്ത് വെക്കുക? ആരുടെയൊക്കെ ഭാര്യമാർ, ആരുടെയൊക്കെ ചേട്ടന്മാർ, അനിയന്മാർ, മക്കളെയൊക്കെ കാണാതെ ആയി കഴിഞ്ഞാൽ ആദ്യം വന്ന് ചോദിക്കുക ഈ മെഷീൻ അടിക്കുന്ന ആളുടെ അടുത്താ, ഈ തയ്യൽക്കാരൻ്റെ അടുത്താ. അപ്പോൾ പറഞ്ഞു 4 പേര് ആ പുഴയുടെ അങ്ങോട്ട് ആ സൈഡിലോട്ട് പോയതായിട്ട് തോന്നുന്നുണ്ട്, എനിക്ക് അത്ര ഓർമ്മയില്ല, ഒന്ന് പോയി നോക്കിയാൽ മിക്കവാറും അവിടെ ഉണ്ടാവും. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാ ചിന്തിച്ചു? സാമൂഹ്യ ഉത്തരവാദിത്വം. തൻ്റെ കുടുംബമാണ് ഇത്, തൻ്റെ കസ്റ്റമർമാരുടെ ലോകമാണ്. അദ്ദേഹം തയ്ച്ചു കൊടുക്കാത്ത ബ്ലൗസ് ഇടാത്തവരവരാരുമില്ല. അദ്ദേഹം തയ്ക്കാത്ത ഷർട്ട് ഇടാത്തത് ആരും അവിടെ ഇല്ല. അബദ്ധം പറ്റിയാൽ പോലും അത് ഞാൻ അച്ഛന് കൊടുത്തേരെ എന്ന് പറഞ്ഞാൽ അവിടെ വേറെ കച്ചറയൊന്നും കൂടുന്ന ഞാൻ കണ്ടിട്ടില്ല.
ചിലപ്പോൾ അച്ഛന് കൊടുത്ത തുണി കൊണ്ട് മകന് കൊടുത്ത തുണി കൊണ്ട് അച്ഛനൊക്കെ തയ്ക്കും. പക്ഷെ അതൊക്കെ അവിടെ സ്വീകാര്യമായിരുന്നു. ഇന്നും അദ്ദേഹം ജീവനോടെയുണ്ട്, വളരെ ചെറുപ്പമാണ്, യങ്ങാണ്. നാളെ അദ്ദേഹത്തിൻ്റെ 75ാം പിറന്നാളാണ്. ശിവരാത്രി ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ജനനം. വളരെ ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെയൊക്കെ ഗ്രാമീണ ചുറ്റുപാടിൽ നിന്ന് ആരൊക്കെയോ വികസനത്തിൻ്റെ പേരിലും നവോത്ഥാനത്തിൻ്റെ പേരിലും നമ്മളെയൊക്കെ ഒരുപാട് മാറ്റിച്ചു. ഇതിലേറ്റവും കൂടുതൽ കത്തിവെച്ചത്, അതാണ് എൻ്റെ വിഷയം, ഇതിലേറ്റവും കൂടുതൽ കത്തിവെച്ചത് മതങ്ങളെയാണ്. ഇതൊന്ന് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് അറിഞ്ഞും അറിയാതെയും ഞാൻ ചെയ്യുന്ന പ്രസംഗങ്ങളുടെയൊക്കെ ഉള്ളടക്കം. അതിന് പകരം മതങ്ങളെ 3 ട്രാപ്പിൽ പെടുത്തി വച്ചിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് കിട്ടാവുന്ന വേദികളിലൊക്കെ ഞാൻ പോകുന്നത്. ഇന്നലെ മംഗലാപുരത്തെ കന്നഡ സംസാരിക്കുന്ന ആളുകളുടെ പണ്ട് കാലത്ത് മലയാളം സംസാരിച്ച് അവിടെ കുടിയേറിയ അവരുടെ ഒരു യോഗത്തിലാണ് ഞാൻ ഇന്നലെ സംസാരിച്ചത്. അതിലെല്ലാ മതക്കാരും. അതിൻ്റെ തൊട്ടു മുമ്പേ ഒരമ്പലവുമായി ബന്ധപ്പെട്ട സത്സംഗത്തിലാണ് സംസാരിച്ചത്. ഇന്നിതാ ഇപ്പോൾ ഇവിടെ ഒരു പള്ളിയുമായിട്ടുള്ള ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു. എവിടെ ചെന്നാലും എനിക്ക് പറയാനുള്ളത്, മതങ്ങളുടെ സൂക്ഷ്മത എന്ന് കുറയുന്നോ അന്നൊരു സമൂഹത്തിൻ്റെ ആത്മഹത്യ, ആ മനുഷ്യവർഗം തന്നെ ഇല്ലാതെയാകുന്ന അവസ്ഥയാണ് നമ്മൾ കാണേണ്ടത്. മതങ്ങളെ കൊണ്ട് ചുടുചോറ് വാരിച്ച് രസിക്കുന്നവർക്ക് വേണ്ടത് ഇങ്ങനെയുള്ള MDMകൾ നിങ്ങളുടെയൊക്കെ കുഞ്ഞുമക്കളുടെ 1ാം ക്ലാസ്സിൽ തന്നെ കൊടുക്കാൻ കഴിയുന്ന ആ വലിയ കച്ചവട സാധ്യതയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവനൊക്കെ സ്വന്തം അമ്മയും വല്യമ്മയും ഒക്കെ തലയർത്തും ചുറ്റികയ്ക്ക് അടിച്ചുമൊക്കെ കൊല്ലാൻ കഴിയണമെന്നുണ്ടെങ്കിൽ പച്ചയായ മനുഷ്യൻ്റെ ബോധത്തിൽ അത് കഴിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടില്ല, എത്ര നിഷ്കളങ്കമായ മക്കളാണ്. അവൻ്റെ അനിയൻ 13 വയസ്സേ ഉള്ളൂ. എങ്ങനെയായിരിക്കും സ്വന്തം അനിയനെയൊക്കെ അങ്ങനെ തല്ലാൻ തോന്നുക, തല്ലിക്കൊല്ലാൻ തോന്നുക? ഇതിലൊന്നും പെടാതെ ഒരുത്തി കാമുകിയായിരിക്കണം, അല്ലെങ്കിൽ ഭാര്യയാക്കാൻ വെച്ചിരുന്നവളായിരിക്കണം. അവളെയും വിളിച്ചു വരുത്തി അവളെയും കൊന്നിട്ടുണ്ട് സ്വന്തം വീട്ടിലിട്ട്. ഇതിൻ്റെയൊക്കെ MDM ഒക്കെ തുടങ്ങുന്ന കാലത്ത് ഞാൻ കണ്ടൊരു വീഡിയോ ഉണ്ട്. ഒരാളിതൊക്കെ അടിച്ച് മൂത്തിട്ട് ഒരു വലിയ കത്തി വെച്ചിട്ട് നല്ല മൂർച്ചയുള്ള ഒരു ബ്ലേഡ് വെച്ച് ഇവിടം വരെ ഒറ്റ വര ഇതിങ്ങനെ പൊളർന്നു വരുന്നൊരു വീഡിയോ. എന്നിട്ട് അവൻ അതിനും തീരാഞ്ഞിട്ട് അടുത്തതിലേക്ക് കൈ ഇങ്ങനെ വെച്ച് ഇവിടെ വരെ കയറി. അപ്പോഴേക്കും ആരോ പിടിച്ചു വെച്ചു. ഞാൻ കരുതി ഗ്രാഫിക്സ് ഒക്കെ ആയിരിക്കുന്നത്, പക്ഷെ ശരിക്കും സംഭവിച്ചതാണ്. ഞാൻ അതിൻ്റെ ഫാക്റ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, അത് ഒറിജിനലായിരുന്നു. സ്വന്തം ശരീരത്തെ അങ്ങനെ പിളരാൻ മടിയില്ലെങ്കിൽ വേറൊരാളുടെ കഴുത്തറക്കാനും ചുറ്റിയേക്കടിക്കാനൊന്നും ഒരു പേടിയില്ല. ഇപ്പോൾ പേടിയല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ മകൻ ഇങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിക്കുമോ? പക്ഷേ അടി കിട്ടി ചത്തതിന് ശേഷം ഇനിയിപ്പോൾ എന്ത് വിചാരിച്ചിട്ട് എന്താ? എങ്ങനെയാണ് സ്വന്തം വീട്ടിൽ ഉമ്മ കിടന്നുറങ്ങുക? എങ്ങനെയാണ് സ്വന്തം വീട്ടിൽ പെങ്ങൾ കിടന്നുറങ്ങുക? ഇതിലേറൊക്കെ പ്രശ്നങ്ങളാണ് ഇതുപോലെ തന്നെ സ്വന്തം വീട്ടിലുള്ളവരോട് കാണിക്കുന്ന ലൈംഗിക വൈകൃതങ്ങൾ. അതിനെന്തൊക്കെ എന്ത് പേരാ പറയേണ്ടതെന്ന് എനിക്കൊന്നും അറിയില്ല. ഇനി അത് പറഞ്ഞാൽ തെറ്റുമോ, അങ്ങനെ പറയാൻ പാടുണ്ടോയെന്നൊന്നും എനിക്കറിഞ്ഞോ. കഴിഞ്ഞ ദിവസം ഒരു അമ്മ പറയുന്ന കേട്ടു, ഒരു ഉമ്മയോട് പെരുമാറുന്ന രീതിയിലല്ല എന്നോട് പെരുമാറുന്നത്. അടിയും ഇടിയും ഒക്കെ ആണെങ്കിൽ സഹിക്കാം, അതിലപ്പുറത്തേക്കൊക്കെ ഇവിടെ ചിലതൊക്കെ അവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നത് കഴിഞ്ഞ ദിവസം കേട്ടൊരു ക്ലിപ്പാണ്. ഭയമാണ്. ഇതിനൊക്കെ എന്താണ് കൃത്യമായ പ്രതിവിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ദേവാലയങ്ങളുടെ ഫങ്ഷനാലിറ്റി നമ്മളൊന്ന് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കണം. അതിനുവേണ്ടി നമ്മളൊന്ന് ഒന്നിച്ചു നിൽക്കണം. നമ്മുടെയൊക്കെ മതത്തിൻ്റെ ഒരു നല്ല വെർഷൻ ഉണ്ടാവുമല്ലോ. അതാണ് ഇവിടെ ആരോ പറഞ്ഞത്. മന്ത്രിയാണെങ്കിലും MLA ആണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊക്കെ നമ്മുടെ മതത്തിൻ്റെ ഒരു നല്ല വെർഷൻ ഉണ്ടായിരുന്നു, നല്ലൊരു പതിപ്പുണ്ടായിരുന്നു. ആ പതിപ്പ് എന്തുകൊണ്ടോ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയും അതിന് പകരം ആർക്കും ഉപകാരമില്ലാത്ത വർഗവാദവും വർഗീയവാദവും മൂത്ത മനുഷ്യനെ മനുഷ്യനല്ലാതായി കാണുന്ന തരത്തിൽ മാറ്റി നിർത്താനുള്ള ഏതൊക്കെയോ പതിപ്പുകൾ എല്ലാ മതങ്ങൾക്കും വന്നു ചേർന്നു എന്നുള്ളത് ഇനിയെങ്കിലും
മനസ്സിരുത്തിയൊന്നും മനസ്സിലാക്കിയെങ്കിൽ ഇതിനൊരു ലക്ഷ്യമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മതങ്ങളെ 3 ട്രാപ്പിൽ പെടുത്തിയിരിക്കുക. ഒന്നാമത്തെ ട്രാപ്പ്, ഒരു 100-150 വർഷം മുമ്പുള്ള ചരിത്രം ഞാൻ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു വലിയ സംഘടിതമായ നീക്കമായിരുന്നു എന്നുള്ളത്. ഒരു 100-150 വർഷം മുമ്പാണ് സർവ്വമതങ്ങളിലും, അത് ഇസ്ലാമാകട്ടെ, അത് ക്രിസ്തുമതമാകട്ടെ, ഹിന്ദുമതമാകട്ടെ, ഈ 3 മതങ്ങളിലും ചില പ്രത്യേകതകൾ തലപൊക്കി തുടങ്ങി. അത് മറ്റൊന്നുമല്ല, ചില പുത്തൻ വാദങ്ങൾ, ചില പുത്തൻ ആശയങ്ങൾ. ഇതിനെ നവീകരിക്കുകയാണെന്ന വ്യാജേന. ഇതൊക്കെ കുറെ പഴഞ്ചനാണ്, ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ഇതൊക്കെ പുരോഹിതന്മാരുടെ എന്തൊക്കെയോ നിയന്ത്രിക്കാനുള്ള വേലയാണ്, മനുഷ്യരെ അടിമയാക്കാനുള്ള വേലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില പുതിയ മതത്തിൻ്റെ നേതാക്കൾ തന്നെ, അല്ലെങ്കിൽ മതപുരോഹിതന്മാർ തന്നെ ലോകത്തിൽ പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. കേട്ട് കഴിഞ്ഞപ്പോൾ യുക്തിപൂർവം ചിന്തിക്കുന്ന ചില ആളുകൾക്ക് തോന്നി, ഇതൊക്കെ ഇവന്മാരുടെ വേല തന്നെയാണ്. ഇതൊന്നും അല്ല മതം. മതത്തിനൊരു ശുദ്ധ രീതിയുണ്ട്. മതം ഒന്നും കൂടി നല്ല രീതിയിലേക്ക് യുക്തിപരമായി ചിന്തിച്ച്, ഇതൊന്നും ആചാരങ്ങൾ ശരിയല്ല, അതുകൊണ്ട് ഇതൊക്കെ നിർത്തലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുമതത്തിലാകട്ടെ, ഇസ്ലാം മതത്തിലാകട്ടെ, മറ്റു പല മതങ്ങളിലുമാകട്ടെ റിഫോർമേഷൻസ്, നവോത്ഥാനങ്ങൾ, പുനരുദ്ധാരണങ്ങളൊക്കെ നടത്തി ചില ആളുകൾ. 100 കൊല്ലം കഴിഞ്ഞതിൻ്റെ ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ മാർട്ടിൻ ലൂതറിനെ പോലുള്ളവർ ക്രിസ്തീയ സഭയിൽ കാണിച്ച ആ നവോത്ഥാനത്തിൻ്റെ 100 കൊല്ലം ആഘോഷിച്ചത് എനിക്ക് തോന്നുന്ന ഒരു 5-10 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിൻ്റെ പള്ളികളിൽ പോലും അദ്ദേഹം വേണ്ട രീതിയിൽ സ്മരിക്കപ്പെട്ടില്ല. അത് ആ സിദ്ധാന്തം തുടരുന്ന പള്ളികളിൽ പോലും അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു അനുസ്മരണം മര്യാദയ്ക്ക് നടക്കപ്പെട്ടില്ല. അതിന് ആളില്ലായിരുന്നു, സ്മരിക്കാൻ ആളില്ലായിരുന്നു. പക്ഷേ അത്തരം ചിന്തകൾ കത്തോലിക്ക സഭയിലും അല്ലെങ്കിൽ ക്രിസ്തീയ സഭകളിലും ഉണ്ടാക്കിയ വെള്ളിച്ച അത് ഭയങ്കരമായിരുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിലും, ഞാനത് പേരെടുത്ത് പറഞ്ഞ ആരുടെയും അപ്രീതിക്ക് പാത്രമാകാൻ ഇഷ്ടപ്പെടുന്നില്ല. പലതിൻ്റെയും പേരിൽ ഒന്നിച്ചൊഴുകേണ്ടുന്ന സമുദായത്തെ പലതായി തിരിച്ച്, നിങ്ങൾക്കറിയാം, ഒരു ഓസ് ഒരേപോലെ പിടിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പെങ്കിൽ ഈ ശാസ്ത്രീയത കൊണ്ട് ഈ 100-150 കൊല്ലം മുമ്പ് തുടങ്ങിയ ഈ ഒരു നശീകരണ പ്രവണതയെ എല്ലാ മതങ്ങളും നിർത്തണം. മതത്തിൻ്റെ ഉദ്ദേശം നിങ്ങളെ ശാസ്ത്രജ്ഞന്മാരാക്കുകയല്ല, ഇഹവും പരവും നേടാനുള്ള, ദൈവത്തിൻ്റെ പൊരുത്തം നേടാനുള്ള പദ്ധതിയാണ് മതം. ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ദൈവം മുമ്പാകെ ഞാൻ ഇഹവും പരവും ജയിക്കുന്നവനായി ചെല്ലുമ്പോൾ, നിനക്ക് ശാസ്ത്രത്തിന് എത്ര മാർക്കുണ്ടായിരുന്നു? മണിയടിയുടെ ശാസ്ത്രം നിനക്ക് മനസ്സിലായോ? തുളസിയുടെ ശാസ്ത്രം മനസ്സിലായോ? അല്ലെങ്കിൽ നമസ്കാരത്തിൻ്റെ ശാസ്ത്രം. ഇനിയിപ്പോൾ നോമ്പ് വരികയാണ്, കുറേ മതക്കാരുടെ നേതാക്കന്മാരിറങ്ങും, നോമ്പിന് ശാസ്ത്രീയത ഇല്ലെങ്കിലും അള്ളാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു, അതിൽ അപ്പുറത്തേക്ക് ഒന്നും നോക്കണ്ട. അല്ല, എൻ്റെ തീരുമാനം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ശാസ്ത്രീയം തോന്നുന്നതിന് എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ പറയുന്നത്, അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് മുഹമ്മദിലൂടെ അത് അവതീർണമായിട്ടുണ്ടെങ്കിൽ, റസൂലും പ്രവാചകനും അള്ളാഹുവും അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യുക. അത് ശാസ്ത്രീയം നോക്കരുത്. ശാസ്ത്രീയത ഉണ്ടായിക്കോട്ടെ, ഇതെന്താ ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ അതിനായിരിക്കരുത് മതത്തേക്കാൾ മുൻതൂക്കം. മതമാണ്, ദൈവത്തിൻ്റെ തിരുമനസ്സാണ്, ദൈവത്തിൻ്റെ ധർമ്മത്തിനെയാണ്, ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ആവിഷ്കാരത്തെയാണ് മതമെന്നും ധർമ്മമെന്നൊക്കെ പറയേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ട്രാപ്പ്, മതത്തിൽ അമിത യുക്തി കൊണ്ടുവരരുത്. അങ്ങനെയാണെങ്കിൽ വിഘടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ, മതത്തിൽ സത്യവാദം കൊണ്ടുവരിക. ഓരോരുത്തരെ കണ്ടിട്ടും പറയുക, നിങ്ങളുടെ മതം മാത്രമാണെന്ന് ശരിയെന്ന് ധൈര്യമായിട്ട് പറഞ്ഞോ, അതിനുള്ള എല്ലാ പ്രോത്സാഹനവും ഞങ്ങൾ തന്നേക്കാം. എന്നിട്ട് അതിന് പറ്റുന്ന ചില വാചകങ്ങൾ ഖുറാനിൽ നിന്നും ബൈബിളിൽ നിന്നും ക്രിസ്തുമതത്തിൽ നിന്നും ഗീതയിൽ നിന്നൊക്കെ ഉദ്ധരിച്ച് പഠിപ്പിച്ചു കൊടുക്കുക. ഇതിലിങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അപ്പൊ പിന്നെ ഏറ്റവും നല്ല മതം ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല സംവിധാനം ഏതാണ്? ഈ ശരികളുടെ ലോകത്തിലേക്ക്, സത്യത്തിൻ്റെ ലോകത്തിലേക്ക് സത്യവാദവുമായി കുറേ എണ്ണം ഇറങ്ങി. ബൈബിളിന് പോലും സത്യവേദ പുസ്തകം എന്ന് പേരിട്ടിട്ടാണ് മലയാളത്തിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് ഇത് അടിക്കുന്നത്. സത്യവേദ പുസ്തകം. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ? മറ്റ് വേദപുസ്തകങ്ങളൊക്കെ
അസത്യമാണെന്നുള്ള വാദം. ഇന്നും അങ്ങനെയൊക്കെ എഴുതിയ ബൈബിൾ ഇപ്പോഴും അവൈലബിളാണ്. ബൈബിളിന് പേരിട്ടാൽ പോരെ. അതല്ലേ അതിൻ്റെ ശരി. ഇംഗ്ലീഷിലോ മറ്റ് ലോകത്തിലോ ഒരു ഭാഷയിലും എന്തില്ല, ദ ട്രൂ ബൈബിൾ എന്നൊന്നുമില്ല. പിന്നെ എന്തിനാ മലയാളത്തിൽ സത്യദേവ വേദപുസ്തകം എന്ന് എഴുതേണ്ട കാര്യം? അതൊരു ക്രിസ്തീയ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തീയ സഭയുടെ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ എത്ര മാന്യമാണ്. ഇങ്ങനെയൊക്കെ സത്യവാദം കൊണ്ടുവന്ന് ഓരോരുത്തരുടെയും ഉള്ളിൽ താൻ സ്വീകരിച്ചെടുത്തതിന് എന്തോ മഹത്വമുണ്ടെന്ന ചിന്ത. അപ്പം എൻ്റെ ഉടുപ്പാണ് ഏറ്റവും നല്ലത്, എൻ്റെ കളറാണ് ഏറ്റവും നല്ലതെന്ന ബോധം എൻ്റെ ഉള്ളിലുണ്ടായാൽ മുമ്പിലിരിക്കുന്ന ഉസ്താദിനോട് എനിക്കിങ്ങനെ ചിരിക്കാൻ പറ്റും. കാരണം അദ്ദേഹം ഇട്ടിരിക്കുന്ന വെള്ള കന്തൂറിയാണ്, വെള്ള ചീത്തയാ എന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ വിശ്വസിച്ചാൽ എനിക്ക് ആ വെള്ള കാണുമ്പോൾ എന്താ തോന്നുക? എൻ്റെതാണ് സത്യം, ഈ നിറമാണ് സത്യം, അല്ലെങ്കിൽ കാവ്യാണ് സത്യം. ഇങ്ങനെയല്ല മതം പോകേണ്ടിയിരുന്നത്. നമ്മുടെ ഒന്നും പ്രവാചകന്മാർ ഒരിക്കൽ പോലും സത്യവാദത്തിൽ ഊന്നിയിട്ടല്ല. റസൂലുള്ളാഹിയെ നിങ്ങളൊന്ന് ശരിക്കും പഠിച്ചു നോക്കൂ. ഞാൻ നിഷ്പക്ഷമായി പഠിച്ചുകൊണ്ട് പറയാം, റസൂലുള്ളാഹി ഒരിക്കലും തൻ്റെ മതം നിർബന്ധിച്ച് ആരുടെ മേലും കെട്ടിവെച്ചിട്ടില്ല. എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ട്. മക്ക വിജയത്തിൻ്റെ ആ സംഭവം മാത്രം മതി. അന്ന് മക്കയുടെ താക്കോൽ വാങ്ങി നിസ്കരിച്ച് പുറത്തിറങ്ങിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടെ നിന്നിരുന്നവർ പലവരും ആ കൈ നീട്ടിയ താക്കോലിന് വേണ്ടി. ഞാൻ കണ്ണടച്ച് പറയുന്നത്, ഞാനിങ്ങനെ കാണുന്നത് പോലെ പറയുക. അലിയുടെ കയ്യ്, ഉസ്മാന്റെ കയ്യ്, അബൂബക്കറിന്റെ കയ്യ് പലവരും നീട്ടിക്കാണും. ഞാൻ ഇനി പരിപാലിച്ചോളാം. റസൂലുള്ളാഹി ആർക്കാ കൊടുത്തത്? ആരുടെ കയ്യിൽ നിന്നാണോ ഞാൻ ഈ താക്കോൽ വാങ്ങിയത് അയാളെ കൊണ്ടുവരിക. അയാൾ വീട്ടിൽ പോയി. കാരണം ഇനി ഇവിടെ പൂച്ചയ്ക്ക് എന്ത് പൊന്നൊരുക്കണോടത്ത് കാര്യമെന്ന് ആ പാപം വൃദ്ധൻ കരുതി കാണും. കാരണം പുതിയ ഭരണ സംവിധാനം വന്ന താക്കോല് കൊടുത്ത് പിരിയുക, അല്ലെങ്കിൽ തല പോവും. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. ഇയാളെ വിളിച്ചു കൊണ്ടുവന്നപ്പോൾ ഇയാൾ വിറയലോടിയോടെയോ വന്നത്. കാരണം തല പോയത് തന്നെ. എന്താ സംഭവിച്ചതെന്നുള്ളത് ചരിത്രം പഠിക്കണം റസൂലുള്ളാഹിയെ കുറിച്ച്. ഈ റസൂലുള്ളാഹിയുടെ ഈ ഉപയുക്തമായ വേർഷനാണ് ഇവിടെ തിരിച്ചു വരേണ്ടത്. അദ്ദേഹം പറഞ്ഞു, അല്ലയോ വയോവൃദ്ധ, ഇത് നിങ്ങളുടെ കയ്യിൽ നിന്നാണോ ഞാൻ വാങ്ങിയത്? അതെ, ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇന്നുവരെയും ആ പാരമ്പര്യം, ആ പറഞ്ഞ മനുഷ്യന്റെ മക്കളുടെ 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 അവകാശമായി ഇന്നത്തെ ഡേറ്റ് വരെയും അതങ്ങനെയാണ് പോകുന്നത്. ആ മനുഷ്യൻ പിന്നെ എങ്ങനെ പറയാതിരിക്കും അശ്ഹദു അലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാതിരിക്കുവോ? ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഈ മുഹമ്മദ് പ്രാർത്ഥിക്കുന്ന, ഈ മുഹമ്മദ് മുന്നോട്ട് വെച്ച ദൈവമാണ് ആരാധനയ്ക്ക് അർഹൻ. എനിക്ക് ഇപ്പൊ സാക്ഷ്യം വഹിക്കാൻ പറ്റുന്നു എന്നാണ്. ഈ അശ്ഹദു അന്ന എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്, അല്ലേ? എന്നിട്ട് പറയാ, ഇത് ദൈവത്തിൽ നിന്ന് വന്നൊരു തിരുദൂതരാണ്, റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. കാരണം എന്താ? എൻ്റെ തല ഇപ്പോഴും പറയാൻ ബാക്കിയുണ്ട്. ഞാൻ കൊടുത്ത താക്കോൽ എൻ്റെ കയ്യിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഭരണം മാറട്ടെ, ആര് തിരിച്ചു വന്നാലും എൻ്റെ മാന്യത, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഡ്യൂട്ടിയോടുള്ള മാന്യത, ഇതാ ഈ മുഹമ്മദ് അത് പൂർത്തിയാക്കിയിരിക്കുന്നു. കാരണം അദ്ദേഹം ദൈവത്തിൽ നിന്നുള്ള വ്യക്തിയായതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ധർമ്മമുണ്ട്, ദീനുണ്ട്, മതമുണ്ട്. അങ്ങനെ പൂർണ്ണനായ ഒരു മനുഷ്യനെ അത് പറയാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് കൊടുക്കാൻ എൻ്റെ ആൺകുട്ടികൾ വേറെ ഉണ്ടോ, താൻ അവനെ കൊന്നു കളഞ്ഞേക്കുന്ന പറയേണ്ടത്. എന്താ, അലിക്ക് കൊടുത്താൽ അലി കൊണ്ടു നടക്കൂലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്താൽ പറ്റൂലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു മോശമാണോ? ഉമർ റളിയല്ലാഹു അൻഹു മോശമാണോ? അലി റളിയല്ലാഹു അൻഹു മോശമാണോ? എത്ര സഹാബികൾക്ക് അത് കൊടുത്താൽ എത്ര കേമമായി കഅബയെ അവർ പാലിക്കും. പക്ഷേ നീതിയും ധർമ്മവും അടിച്ചേൽപ്പിക്കാനല്ല റസൂലുള്ളാഹി പറഞ്ഞു. പിന്നെ എവിടുന്ന് കിട്ടി നമുക്ക് റസൂലിനില്ലാത്ത രീതിയിലുള്ള ഒരു വെർഷൻ? അവിടെയാണ് നമ്മൾ അറിയാതെ നമ്മുടെ സത്വബോധത്തിൻ്റെ ഈഗോ ഭാഗങ്ങളെ മേലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള കളകൾ ആരോ നമ്മളെ പറ്റിച്ചിരിക്കുകയാണ്. എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ടാകും റസൂൽ പല ആവർത്തി, ല ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ ഞാൻ ഒരു നിർബന്ധവും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ ലക്കും ദീനുക്കും വലിയ ദീൻ, നിനക്ക് നിന്റെ രീതി കൊണ്ടുപോവുക. എനിക്ക് എൻ്റേതാണ് പ്രധാനം, എനിക്ക് എൻ്റെതാണ് ഇഷ്ടം. അതിനുള്ള അവസരവും ഇവിടെ ഉണ്ടാവണമെന്നാണ്
പ്രബോധനത്തിൻ്റെ സഹാബത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ. യേശുക്രിസ്തു ഏതെങ്കിലും കൃത്യമായ നിർബന്ധ ബുദ്ധിയോടുകൂടി ഏതെങ്കിലും ക്രിസ്തു മതം സ്ഥാപിച്ചിട്ടാണോ ഇവിടുന്ന് പോയത്? ഒരിക്കലുമല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഒന്ന് യുക്തിവാദം കൊണ്ടുവന്നു, രണ്ട് സത്യവാദം എല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് ഈ സത്യവാദികൾ തമ്മിലാണ് അടികൂടിയത്. എൻ്റെ സത്യവും നിന്റെ സത്യവും പല സത്യങ്ങളും കൂടി അടികൂടി. സത്യമല്ല, നമുക്ക് വേണ്ടിയിരുന്നത് പഥ്യമായിരുന്നു. നമ്മൾ തല്ലുകൂടാതിരിക്കുന്നതായിരുന്നു പഥ്യം. അതുകൊണ്ട് ഞാനൊക്കെ എപ്പോഴും പറയും, ഞാൻ സത്യവാദിയൊന്നും അല്ല കേട്ടോ, എനിക്ക് ചിലർ പറയും സ്വാമിജി വലിയൊരു സത്യാന്വേഷകനാണ്. ഞാൻ പറഞ്ഞു ആ പരിപാടി ഞാൻ എന്നോ നിർത്തിയ പരിപാടിയാണ്. സത്യം അന്വേഷിച്ച് കണ്ടെത്തിയത് കൊണ്ട് ആ സത്യം കൊണ്ട് എനിക്കൊരു ഉപകാരവുമില്ലെങ്കിൽ ആ സത്യം കൊണ്ട് എനിക്ക് എന്താ ഗുണം? എനിക്ക് ഉപകാരപ്രദമായ വെർഷനാണ് എനിക്ക് വേണ്ടത്. ആ മോഡലിൽ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഏത് വേദിയിലും റസൂലുള്ളാഹിയെക്കുറിച്ച് ആത്മാർത്ഥമായി ചങ്ക് പൊട്ടി പറയാൻ കഴിയുന്നത്. ഏത് വേദിയിലും യേശുവിൻ്റെ നന്മകളെ പ്രകീർത്തിക്കാൻ കഴിയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ചും രാമനെക്കുറിച്ചും ഒക്കെയുള്ള കൃത്യമായ വെർഷൻ പറയാൻ കഴിയുന്നത്. ഇവിടുത്തെ ഓരോ ഋഷിമാരെക്കുറിച്ചും അഭിമാനിക്കാൻ കഴിയുന്നത് ഈ പഥ്യവാദമുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു സത്യമാണെന്ന് തെരഞ്ഞെടുത്ത് നാളെ ഞാനിത് പ്രഖ്യാപിക്കേണ്ട ആളായിട്ട് മാറിയാൽ വീണ്ടും ഇവിടെ കോൺഫ്യൂഷൻ കൂടുകയുള്ളൂ. സ്വാമി കണ്ടെത്തിയ സത്യം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മൈലേജ് കിട്ടും. അത്തരം മൈലേജ് ഒന്നും അല്ല മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം. കാരണം നമ്മുടെയൊക്കെ വീട്ടിലെ മക്കൾ നമ്മുടെയൊക്കെ ഘാതകന്മാരായി തലകൊണ്ട് ചുറ്റിക കൊണ്ടടിക്കുന്നവരും വാളുകൊണ്ടിറക്കുന്നവരും ബലാത്സംഗ വീരന്മാരുമായി മാറുന്ന കാലഘട്ടത്തിൽ നമുക്ക് പഥ്യമാണ് സംസാരിക്കേണ്ടത്, സത്യമല്ല. അപ്പോൾ ഒന്നാമത്തത് യുക്തിവാദം കൊണ്ടുവന്നു, പഥ്യമാകുന്നതിന് പകരം നമ്മളെ സത്യവാദം കൊണ്ട് തോൽപ്പിച്ചു. മൂന്നാമത്തത് പരമത നിന്ദ ചെയ്തെങ്കിലേ എൻ്റെ മതത്തിൽ ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്നു എന്ന ബോധം നമുക്ക് ഇവിടെ തന്നു. ഇന്നും പല മത പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ എവിടെയെങ്കിലുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും മറ്റു മതങ്ങളിലെ ന്യൂനതകൾ കണ്ടെത്താനും അവർ കുറച്ച് മോശക്കാരാണെന്ന് ചിത്രീകരിക്കാനുമുള്ള വ്യഗ്രത, അല്ലെങ്കിൽ താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹമാണ് ഏറ്റവും നല്ലത് മുന്തിയതെന്ന് പറയാനുള്ള വ്യഗ്രത ഇന്ന് പോലും ഈ വർത്തമാനകാലത്തിൽ പോലും നമ്മുടെയൊക്കെ വാക്കുകളിൽ ഉണ്ട്. എല്ലാ മതക്കാരുടെയും, ഒരാളുടെ മാത്രമല്ല. തൻ്റെ അങ്ങനെയൊരു ബോധം നമുക്ക് തന്നു. അതും മതത്തിന് ദോഷമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഒരു മതത്തിലെ പുരോഹിതൻ മറ്റൊരു മതത്തിലെ പുരോഹിതനെ കാണുമ്പോൾ കമ്പാരിറ്റീവ് റിലീജിയൻ സ്റ്റഡി എന്നും പറഞ്ഞ് തമ്മിൽ തല്ലാനാണ് പ്രേരിപ്പിക്കുന്നത്. അവിടെയും മതം തളരുകയായിരുന്നു. ഇനി എന്താ നമ്മൾ തമ്മിൽ ചെയ്തത്? ഇതൊക്കെ നമുക്ക് മറുപക്ഷത്തു നിന്നുള്ള ആക്രമണങ്ങളാണെങ്കിൽ ഇനിയെത്തതാണ് അതിലും വലിയ പ്രശ്നം. നമ്മുടെ തന്നെ ഇടയിലെ വിഭാഗീയത സൃഷ്ടിച്ചു. നമ്മുടെ ഇടയിൽ തന്നെയുള്ള വിഭാഗീയത. ഓർത്തഡോക്സ് യാക്കോബ പ്രശ്നം എന്താ? ഒന്നിൻ്റെയും പ്രശ്നമല്ല, നേതൃത്വത്തിൻ്റെ പ്രശ്നം, പൊളിറ്റിക്കൽ ഇഷ്യൂ മാത്രം. ഇന്നിപ്പോൾ സീറോ മലബാർ സഭ അടികൂടുന്നു. കുർബാന അങ്ങോട്ട് വേണോ, കുർബാന ഇങ്ങോട്ട് വേണോ? എങ്ങോട്ടെങ്കിലും തിരിഞ്ഞ് മര്യാദയ്ക്ക് ദൈവത്തെ വിളിക്കുക എന്നതിനപ്പുറം എന്താ വേണ്ടത്? അടി എവിടുന്നാ വരുന്നതെന്ന് അറിയില്ല. കുർബാന കഴിയുന്നതിന് മുമ്പ് അച്ഛൻ അടി കിട്ടിയിരിക്കും. എന്നിട്ട് എന്ത് ഗുണമാണിതിന്? ഒന്നിച്ചു പോകേണ്ടുന്ന സീറോ മലബാർ സഭ ഇപ്പം 2ആണ്. ഒന്നിച്ചു പോകേണ്ടുന്ന സുറിയാനി സഭ ഇന്ന് 3ഉം 4ഉമാണ്. ഒന്നിച്ചു പോകേണ്ടുന്ന ഇസ്ലാമിക സംവിധാനങ്ങൾ ഇന്ന് 5ഉം 6ഉമാണ്. അതിൽ തന്നെ സുന്നി വിഭാഗങ്ങൾ 2ആണ്. മുജാഹിദ് വിഭാഗവും പോയി 2ഉം 3ഉമായിട്ട്. ഇതൊക്കെ ആര് കൊണ്ടുവന്നതാ? നമ്മളൊന്ന് തിരിച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർക്കാവുന്ന പ്രശ്നങ്ങൾ ഇതിലൊക്കെ ഉള്ളൂ. ഇതൊന്നും വലിയ കിയാമന്നാൾ വരെ കൊണ്ടു നടക്കേണ്ട പ്രശ്നങ്ങളൊന്നും ഇതിലില്ല. ഞങ്ങളിതാ ഒന്നിക്കുന്നു, ഞങ്ങളിനി ഒന്നിച്ചേ ഉള്ളൂ എന്നൊരു തീരുമാനമെടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ അത് എടുക്കാൻ പറ്റാത്തത്ര രീതിയിൽ കൊല്ലയും കൊളയും അടിയും ഇടിയും പോലീസും കേസും സുപ്രീം കോടതി വരെ ആക്കി വെച്ചത് കൊണ്ട് ഇനി നമ്മളൊന്നും തിരിച്ചാകൂല എന്നുള്ള സമാധാനത്തിലാണ് ഇവിടെ ഡ്രഗ് കച്ചവടം നടക്കുന്നത്, മാംസക്കച്ചവടം നടക്കുന്നത്. മാംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നുന്ന മാംസത്തെയല്ല, പച്ചയായ സെക്സ് റാക്കറ്റ് നടക്കുന്നത്, ഇവിടുത്തെ കള്ള് കച്ചവടം നടത്തുന്നത്, ഇവിടുത്തെ ആയുധ കച്ചവടം നടത്തുന്നത്. ഇതുകൊണ്ടൊക്കെ മതങ്ങളെ ഇത്രയധികം ചുഴിയിൽ കൊണ്ടെത്തിച്ചിട്ട് നമ്മളൊക്കെ ഇനി എന്തു ചെയ്യുമെന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം അതും കൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ, നമുക്കൊക്കെ അറിയാവുന്ന ഒരു സ്ഥിരം യൂട്യൂബ് ചാനലിൽ അതാത് സംഭവങ്ങൾ അപ്പളേക്കപ്പളേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. അയാളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല.
അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ ഒരുവിധം ഞാൻ കാണാറുണ്ട്. കാരണം അന്ന് സംഭവിച്ചതിൻ്റെയൊക്കെ എല്ലാം ഒരു സംഗതിയൊക്കെ കിട്ടും. ഇപ്പോഴത്തെ ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ കേട്ടില്ല, കാരണം എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഞാൻ പോകുന്ന വഴിക്കൊക്കെ കേൾക്കും. അദ്ദേഹത്തെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ആദ്യകാലങ്ങളിലൊക്കെ നിഷ്പക്ഷമായും നല്ല രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് അതിൻ്റെ ഇടയിൽ കുറേ രാഷ്ട്രീയവും ചായ്വുകളൊക്കെ കയറി വന്നു. കുറേ പക്ഷപാതങ്ങളൊക്കെ ഉള്ളതുപോലെ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. എന്നിരുന്നാലും ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് വളരെ ആത്മാർത്ഥമായിട്ടാണ്. അദ്ദേഹം പറയുന്ന ചില ആശയങ്ങളുണ്ട്. നിങ്ങൾ മതത്തെ വിമർശിക്കാൻ നിങ്ങൾക്കൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് പാടില്ല. നല്ല കാര്യം. ഇപ്പം ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ ഞാൻ തൽക്കാലം ഒരു വിശ്വാസത്തിനെയും എന്ത് ചെയ്യേണ്ട, വിമർശിക്കാൻ പോകണ്ട. കാരണം അതല്ലല്ലോ എൻ്റെ ജോലി. എൻ്റെ വിശ്വാസം മുറുകെ പിടിച്ചതിൻ്റെ നന്മകളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് ജോലി. പക്ഷെ ഇത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? നിങ്ങളൊരു വിശ്വാസി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെയും വിമർശിക്കാം, നിങ്ങൾക്ക് ആരെയും എന്തും പറയാം. ഇത് അനേക പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ ഈ സമൂഹത്തിൽ പ്രചരിച്ചപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം എന്താ പറയുക, ഇതൊരു സോഷ്യൽ എൻജിനീയറിംഗാണ്. മാധ്യമങ്ങളൊരു സോഷ്യൽ എൻജിനീയറിംഗാണ് നടത്തുന്നത്. ഈ സമൂഹത്തെ പ്രത്യേക രീതിയിൽ രൂപപ്പെടുത്തുക എന്നതാണ് എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ആർക്കിടെക്റ്റും അതിൻ്റെ എൻജിനീയറിംഗ് സാങ്കേതിക രീതി മനുഷ്യനെ ഇങ്ങനെ ആക്കി തീർക്കുന്നതിൽ ഇത്തരം സംസാരങ്ങൾക്കും ഇത്തരം ആശയങ്ങൾക്കുമുള്ള പങ്കിനെയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പല സ്ഥലത്ത് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങളൊരു നിരീശ്വരവാദിയാണെങ്കിൽ, യുക്തിവാദിയാണെങ്കിൽ നിങ്ങൾക്ക് മതത്തിനെ കുറിച്ച് എന്തും തെറി പറയാം, എന്തും പറയാം. അത് തന്നെയാണ് മറ്റൊരു രീതിയിൽ ഇന്നലെ നടപ്പിലാക്കിയത്, അല്ലേ? എൻ്റെ ഉമ്മാനെ എനിക്കിഷ്ടമില്ല, എൻ്റെ വീട്ടുകാരെയൊന്നും എനിക്കിഷ്ടമില്ല, അതുകൊണ്ട് ഞാനിത് നിന്നൊക്കെ പിന്മാറി, ഞാനിന്ന് നിരീശ്വരവാദിയാണ്, യുക്തിവാദിയാണ്, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാൻ കൊല്ലാം. ഇന്നലെ ഇത് ചെയ്തവന്റെ മതം പൂർണ്ണമായിരുന്നെങ്കിൽ അവനത് തോന്നുമോ? ആസിഫിന്റെ മതമല്ല ഞാൻ പറയുന്നത്. അവന്റെ പേര് ആസിഫോ എന്തോ ആരിഫ് ഖാൻ, അഫാൻ. അവന്റെ മതമല്ല. അവന്റെ മതം പൂർണ്ണമായിരുന്നെങ്കിൽ, അവൻ റസൂലുള്ളാഹിയോട് ഹുബ്ബ് ഉള്ളവനായിരുന്നെങ്കിൽ, തൻ്റെ മതത്തോട് കൂറുള്ളവനായിരുന്നെങ്കിൽ, തൻ്റെ മതത്തിൽ ആശ്വാസം കണ്ടെത്തിയവനായിരുന്നെങ്കിൽ, തൻ്റെ ഉസ്താദാക്കന്മാരോട് അദബ് കാണിച്ചവനായിരുന്നെങ്കിൽ, അവൻ ഒരിക്കലെങ്കിലും ഒരു ഇറുമ്പിനെ പോലും നോവിക്കാൻ അവന് കഴിയും. അത്രത്തോളം സൂക്ഷ്മതയുടെ മതമല്ലേ ഇസ്ലാം? അത്രത്തോളം സൂക്ഷ്മത പാലിക്കണമെന്ന് പറയുന്ന, നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറു ഉണ്ണരുത് എന്ന് പറയുന്ന സൂക്ഷ്മത. ഒരു കരിക്ക് കൊണ്ട് കൊടുത്തപ്പോൾ ഇത് വെട്ടിയവനും തന്നവനും ഇതിൻ്റെ ഉടമയ്ക്കും പൊരുത്തമുണ്ടോ എന്ന് അന്വേഷിച്ച സഹാബിയുടെയും സൂഫിയുടെയും ആദ്യകാല സൂഫികളുടെയും ഇസ്ലാം, അല്ലേ? നമുക്കൊക്കെ അറിയാം, ഇസ്ലാം ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ, ഇസ്ലാമിൻ്റെ ആളുകൾ ഇവിടെ വന്നപ്പോൾ ആരോ കടപ്പുറത്തുനിന്ന് കുറച്ച് കരിക്ക് വെട്ടിക്കൊണ്ട് കൊടുത്തു. അവർ പറഞ്ഞു, ഇത് ആരുടെ പറമ്പിൽ നിന്നാണ്, അവരുടെ പൊരുത്തമുണ്ടോ, അവരുടെ അറിവുണ്ടോ, സമ്മതമുണ്ടോ, വെട്ടിയവനത് അറിയുമോ, കൊടുത്തതിന് അറിയുമോ, എല്ലാ NOCയും അതിൻ്റെ ബാക്ക് ടെസ്റ്റും നടത്തിയിട്ടാണ് ഒരു കരിക്ക് കുടിച്ചത്. ഇവിടുത്തെ ഈ കേരളത്തിൻ്റെ കരയിലേക്ക് ആദ്യം കാൽകുത്തിയ ഇസ്ലാം പ്രചാരകർ എത്രത്തോളം സൂക്ഷ്മതയായിരുന്നു. ചുമ്മാ വല്ല അപ്പം നിന്നാൽ മതി, കുഴി എണ്ണണ്ട എന്നതല്ല ദീനിൻ്റെ സ്വഭാവം. കിട്ടിയ കരിക്കും മേടിച്ച് കുടിച്ചേച്ച് കച്ചവടം നടത്തി പൊക്കോണം, അല്ലെങ്കിൽ ദീനും പ്രവർത്തിച്ച് പൊക്കോണം എന്നല്ല അവർ തീരുമാനിച്ചത്. കിട്ടിയ ഗ്യാപ്പിൽ കയറി അടിക്കുകയല്ലായിരുന്നു അവർ ചെയ്തത്. അവർക്ക് നിലപാടുകളുണ്ടായിരുന്നു. ഈ നിലപാട് തിരിച്ചു വരണം എന്നേ ഞാൻ സ്വാമി ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ പറഞ്ഞ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഈ കഥ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? ഈ സൂക്ഷ്മത നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചു വരണം. ജാതി മതമല്ല, ഇപ്പം ക്രിമിനലുകളുടെ ജാതി മതമല്ല നമ്മൾ നോക്കേണ്ടത്. പക്ഷെ അവർ വരുന്ന സംവിധാനത്തിൽ ഇനിയും ശക്തിപ്പെടേണ്ടതുണ്ട്. നിങ്ങൾക്കതുകൊണ്ട് കഴിയണം, ഇവിടുത്തെ കമ്മിറ്റിക്കാർക്ക് കഴിയണം, ഇവിടുത്തെ അമ്പല കമ്മിറ്റിക്ക് കഴിയണം, ഇവിടുത്തെ ഇടവക കമ്മിറ്റിക്ക് കഴിയണം. എന്ത്? തങ്ങളുടെ മുമ്പിൽ വന്ന് നമസ്കാരത്തിനും കുർബാനയ്ക്കും ദീപാരാധനയ്ക്കും വന്ന് നിൽക്കുന്നവൻ്റെ കണ്ണ് ചുമക്കുന്നതും അവൻ്റെ കണ്ണിലെ ക്രൗര്യവും അവൻ്റെ ഭാവത്തിലെ മാറ്റവും കണ്ടറിഞ്ഞ് എന്താ കുഞ്ഞേ നിനക്ക് പറ്റിയതെന്ന് ചേർത്ത് പിടിച്ച് അവന് റെമഡി കൊടുക്കാൻ കഴിയണം. അവൻ്റെ അച്ഛനമ്മമാരെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയണം. വീണ്ടും CCTVകൾ നിങ്ങളുടെ ഒന്നും കമ്പനികൾ വെക്കുന്ന CCTVകളല്ല, നിങ്ങളായിരിക്കണം സമൂഹത്തിൻ്റെ കാവൽക്കാർ. അതാണ് ദൈവത്തിൻ്റെ ദീൻ എന്നതുകൊണ്ട്. അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴേ അദ്ദീനു നസീഹ, ദീൻ അത് ഗുണകാംക്ഷയുള്ളതാകി മാറുകയുള്ളൂ.
അല്ലെങ്കിൽ വെറും ഒരു തീനായി മാറും. ഇതുകൊണ്ടൊക്കെ തിന്നുകൊണ്ട് നടക്കുന്ന കുറേ ആളുകളുടെ സംഘടനമായി ഇത് മാറും. എല്ലാ മതങ്ങളോടുമാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു മതത്തെ മാത്രമല്ല ഉദ്ദേശിച്ച് പറയുന്നത്. ഇതൊരു വയറ്റിപ്പഴപ്പിൻ്റെ ആശയമായി മാറുമ്പോൾ ദൈവത്തിനെയും പ്രവാചകന്മാരെയൊക്കെ നമ്മൾ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് തിരിച്ചു വരട്ടെ, ഇത്തരം ഫങ്ഷനാലിറ്റികൾ തിരിച്ചു വരട്ടെ. ഞാൻ എപ്പോഴും ഇദ്ദേഹം ഈ ആശയം പറയുമ്പോൾ ഇങ്ങനെ വിഷമിക്കും. ഞാൻ യുക്തിവാദിയാണെന്ന് പ്രഖ്യാപിച്ചാൽ, ഞാൻ നിരീശ്വരവാദിയാണെന്ന് പ്രഖ്യാപിച്ചാൽ എനിക്ക് എൻ്റെ മതത്തെ വിമർശിക്കാം, മറ്റു മതത്തെ വിമർശിക്കാം. പക്ഷേ വിശ്വാസിയാണെങ്കിൽ ഇതൊന്നും പാടില്ല. എന്തൊരു നല്ല ആശയമാണ് അദ്ദേഹത്തിൻ്റെത്. ഇത് ഞാൻ ശ്രദ്ധിക്കാൻ തന്നെ കാരണം, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനിയൻ ഇതുപോലെ വീട്ടിൽ മതത്തെ വിമർശിക്കലും ഒക്കെ പ്രശ്നമായി, ഉസ്താദുമാരെ വിമർശിക്കലും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എന്നോടൊന്ന് സൂചിപ്പിച്ചു. ഇവനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവൻ്റെ ഒരു സ്വഭാവത്തിലൊരു മാറ്റം. ഞാൻ അവനെ ഒന്ന് ജസ്റ്റ് വിളിച്ചു. ഞാനൊരു ചില സമയത്തൊക്കെ ചില കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് ടോക്കുകളൊക്കെ നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണ് ഇവൻ്റെ കോൺഫ്ലിക്റ്റ് എന്നറിയാൻ വേണ്ടി. അപ്പോൾ അവരാണ് എന്നോട് പറഞ്ഞത്, ഞാനൊരു വിശ്വാസിയല്ല. ഞാൻ ചോദിച്ചു, ഇന്ന് മുതൽ? ഞാൻ പറഞ്ഞു, ഞാനത് ഉപേക്ഷിച്ചു. അതുകൊണ്ട് ഇനി എനിക്ക് എന്തും ആകാം, ഇനി എനിക്ക് എന്തും പറയാം, അള്ളാനെയും പറയാറ്. കാരണം എനിക്കിതൊന്നും ഞാൻ ചോദിച്ചു, നിനക്ക് ഈ ആശയം എവിടുന്ന് കിട്ടി? അപ്പോഴാണ് പറയുന്നത്, അതെല്ലാവരും പറയുന്ന ആശയമാണല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒന്നും മതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ മതത്തിലും അങ്ങനെ ഒരു പറച്ചിൽ ഒരു ഉസ്താദ് പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ലല്ലോ. പിന്നെ എവിടുന്ന് കിട്ടി നിനക്ക് ഈ ആശയം? അങ്ങനെ പഠിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോയിൽ ഇതാണ് പറയുന്നത്. എന്തും ചെയ്യാം. ആ എന്തും ചെയ്യാം എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇന്നലെ ചെയ്തത്. ഇനി നാളെ എന്താണാവോ വരുന്നത്? കഴിഞ്ഞ ദിവസം എന്തോ മയക്കുമരുന്ന് അടിച്ച് പോലീസുകാരെ പച്ചത്തെറിയും പരത്തെറിയും പറയുന്നൊരു സ്ത്രീരത്നം. അങ്ങനെയൊക്കെയല്ലേ പറയാൻ പാടുള്ളൂ. ആ മഹിളയ്ക്ക് നമസ്കാരം. അല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ എനിക്ക് ചിലപ്പോൾ വീട്ടിലെത്താൻ ചിലപ്പോൾ പറ്റൂല. നല്ല പ്രേരണയാണ് മഹിളയെ നീ കൊടുത്തത്, ധന്യവതി നീ കൊടുത്തത്. ഇങ്ങനെയൊക്കെ ആകട്ടെ. ഇതിൽ നിന്നൊക്കെ തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ മതബോധമൊന്ന് കൃത്യമായി കൊണ്ടുപോകണേ. 5 നേരമാണ് നമസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പറ്റാവുന്ന രീതിയിൽ അതിലൊന്ന് പങ്കെടുക്കണേ, അത് നിലനിർത്തണേ. നോമ്പ് കള്ളനോമ്പാകാതെ ശ്രദ്ധിക്കണേ. മനസ്സ് ശുദ്ധമായില്ലെങ്കിൽ പോലും ദൈവമേ തൗബ ചെയ്തുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ, ദൈവമേ ഒന്നും കൂടി എന്നെ ഒന്ന് നവീകരിക്കണേ എന്ന് പറയാൻ കഴിയണേ. ഓരോ കുർബാനയും ദൈവത്തിൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അർപ്പിക്കുന്നവനും അത് സ്വീകരിക്കുന്നവനും കുർബാനയിൽ പങ്കെടുക്കുന്നവരും ആ ദൈവാനുഭവത്തിലേക്കൊന്ന് വരണേ. ഓരോ ദീപാരാധനയും ഓരോ പൂജാ സംവിധാനങ്ങളും ഓരോ തീർത്ഥയാത്രകളും കൂടുതൽ ശുദ്ധീകരണത്തിന് അവനവൻ്റെ കുടുംബത്തിൻ്റെ അവനവൻ്റെ സമൂഹത്തിൻ്റെ നന്മയിലേക്ക് വരുത്താനുള്ള കാഴ്ചപ്പാടുകളാക്കി മാറ്റണേ ഓരോ മതക്കാരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇതൊക്കെ വെറും ഒരു പ്രഹസനമായി മാറി നാളെ ചെല്ലുമ്പോൾ നമ്മുടെയൊക്കെ തലയ്ക്കടിക്കാൻ നമ്മുടെ മക്കളൊക്കെ ചുറ്റിക വാങ്ങി വെക്കുന്ന കാലമാണെന്ന ബോധത്തോടു കൂടി ഇനിയിപ്പോൾ ഇതിലും വലുതേ വരാനുള്ളൂ. വന്നത് വന്നു, ഇനി ഇതിലും ചെറുത് വരാനാണോ നമ്മൾ? അല്ല, വലുതാ വരാൻ പോകണം. അതെന്തായിരിക്കും എന്ന് പറയാനും കൂടിയില്ല, ശക്തിയില്ലാത്ത. ഇന്ന് സത്യത്തിൽ ഞാൻ ശരിക്കും ഡൗണായിരുന്നു. വണ്ടിയിലൊക്കെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, എൻ്റെ ഈ കൊച്ചു കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഈ കേരളം, മറ്റതൊക്കെ ആരെങ്കിലും വന്ന് നമ്മൾ അടിക്കുമെന്നൊരു തോന്നലിൽ നമുക്ക് കിടന്നുറങ്ങാം. ഇത് സ്വന്തം അനിയൻ്റെ മോൻ വന്ന് എന്നെ കൊല്ലും എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഇനി ജീവിക്കുക? ഉപ്പാൻ്റെ ജ്യേഷ്ഠനെ അനിയനെയാണ്, അത് 60 വയസ്സ് ഒക്കെ കഴിഞ്ഞ ഒരു ഉപദ്രവം, വല്ല ഉപദേശം കൊടുത്ത് കാണും, മോനെ നന്നായി ജീവിക്കും, പള്ളിയിൽ പോടാന്നോ, പിന്നെ നിസ്കരിക്കാൻ പോകുന്നില്ലേ എന്നൊക്കെ, തറാവി നിസ്കരിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇത് മുഴുവൻ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ അവനെ നിന്നെ കൊന്നുകളയുന്നൊന്നും പറഞ്ഞിട്ടല്ലല്ലോ. ഇപ്പോൾ ഈ 13 വയസ്സ് വരെ വല്ലതും ചെയ്തിട്ടാണോ? ചെറിയ കുഞ്ഞു ഉപദേശങ്ങൾ കൊടുത്തു, ഇത് ഗ്രൂപ്പായിട്ടങ്ങ് കൊണ്ടുപോവുക. ഞാൻ ഏതായാലും പോവുക, എന്നാൽ പിന്നെ എല്ലാവരും പോരെ. കഴിയുന്നില്ല. ഇത് എങ്ങനെയാണ് ഇതിനെ ഇസിക്കൽ ടൂട്ട് ഇവിടുന്ന് പോകേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മതജീവിതം ഒന്ന് തിരിച്ചു പിടിക്കുക. അതിൽ യുക്തി വേണ്ട. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക, റസൂല് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക, യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക, ശ്രീനാരായണ ഗുരു ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട, ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട്, ജാതി നോക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ട, മദ്യം കൊടുക്കരുത്, വാങ്ങരുത്, വിൽക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ട, എല്ലാവരെയും ഒന്നിച്ച് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണം. നീ വയറ് നിറച്ചതിന് മുമ്പ് നിൻ്റെ അയൽവക്കത്തൊന്ന് ഇറങ്ങി നോക്കണം. ഇവൻ്റെയൊക്കെ വീടിൻ്റെ അയൽവക്കത്ത് ഇല്ലാഞ്ഞിട്ടാണോ?
അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, അവിടെ ഒന്നും ഞങ്ങൾ അറിയാറില്ല. പിന്നെ എന്താണ് റസൂലുള്ളാഹിയൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഞങ്ങൾ വല്ലവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകാറില്ല. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ടിരുന്നോ? ഇതെൻ്റെ മനസ്സിൻ്റെ ഒരു വ്യഗ്രത കൊണ്ട് പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ശരിക്കും എനിക്ക് സത്യത്തിൽ ഹോപ്പ് തരികയാണ്, സത്യത്തിൽ ആശാവഹമാണ്. ഇവിടെ വന്നപ്പോൾ എന്നെ കൂട്ടാൻ വന്ന അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഷറഫുദ്ദീൻ. അദ്ദേഹം ഇങ്ങനെ ഇതിൻ്റെ ചരിത്രം ഞാൻ ഇങ്ങനെ കുത്തി ചോദിച്ചു, ഇതിൻ്റെ ചരിത്രമൊക്കെ എങ്ങനെയാണ്, കാശൊക്കെ കറക്റ്റായോ, എല്ലാം കിട്ടിയോ, നല്ല സംഭാവനകളൊക്കെ ഉണ്ടോ? ചില പള്ളിക്കാർ പറയും കേട്ടോ നല്ല സംഭാവനയൊക്കെ കിട്ടി, ഞങ്ങൾ ചെറിയൊരു പള്ളിയെ വെച്ചുള്ളൂ അതിൻ്റെയൊക്കെ. പക്ഷെ ഇവിടെയൊക്കെ ഇനിയും വാഗ്ദാനം ചെയ്ത പൈസ കിട്ടാനിരിക്കുക എന്നാ പറഞ്ഞു, അല്ലേ? ഓരോരുത്തരൊക്കെ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടി വരണ്ടേ? അപ്പൊ പിന്നെ ഇതൊക്കെ ആരാണ് റോൾ ചെയ്യേണ്ടത്? കമ്മിറ്റിക്കാർ. സമയത്തിന് നോമ്പിന്റെ മുമ്പ് തീർക്കണമെന്ന ആഗ്രഹത്തോടു കൂടി. അപ്പം ഞാനിങ്ങനെ കുത്തി ചോദിച്ചോണ്ട് വേണം, ഇപ്പം ഞാൻ പറയിപ്പിച്ചതാട്ടോ, പുള്ളി അതിന് ചീത്ത പറയുകയൊന്നും ചെയ്യരുത്, സ്വാമിയോട് ഇതൊക്കെ എന്തിനാ പറഞ്ഞതെന്ന്. ഞാനിങ്ങനെ ഓരോന്ന് ചോദിച്ചിങ്ങനെ എൻ്റെ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു പോകുമല്ലോ. കാരണം ഇതിൻ്റെ ഹിസ്റ്ററി അറിയാൻ വേണ്ടിയിട്ട്, എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇവരൊക്കെ എടുക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഏതെങ്കിലും വലിയ ഏതോ കമ്പനി സ്പോൺസർ ചെയ്തൊരു പള്ളി ഉണ്ടാക്കുന്നതിലൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇങ്ങനെ ബുദ്ധിമുട്ടിയൊക്കെ ഉണ്ടാക്കുന്ന അതിനു വേണ്ടി ഇവരൊക്കെ മുന്നിട്ട് ഇറങ്ങുമ്പോൾ അവരുടെയൊക്കെ കൈകൾക്ക് ശക്തി പകരുക, ആ കൊടുക്കാനുള്ളതൊക്കെ വേഗം കൊടുത്തു തീർക്കുക, അതിൻ്റെയൊക്കെ നന്മയിലേക്ക് നമുക്കൊക്കെ ഉയരണം. ഇതൊക്കെ ദൈവം നമ്മിൽ നിന്നൊരു നല്ല അമലായി സ്വീകരിക്കട്ടെ. അതല്ലേ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ ഇത് ഞങ്ങളിൽ നിന്നൊരു നല്ല അമലായി സ്വീകരിക്കണേ, ഇഹത്തിലും പരത്തിലും പ്രാധാന്യമുള്ള സ്വീകരിക്കപ്പെടുന്ന ഒരു സൽപ്രവൃത്തിയായി ഞങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കണേ എന്ന് നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. 7:45 3/4 മണിക്കൂറോളം സമയം ഞാൻ എടുത്തു. 15 മിനിറ്റ് എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു, ഇവിടെ പലരും പറഞ്ഞു 15 ആക്കണ്ട, ഇച്ചിരിയും കൂടിയൊക്കെ പോകണം, ഞങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ്, നേരിട്ട് കണ്ടിട്ടില്ല, ഇന്ന് അങ്ങയുടെ പ്രഭാഷണമൊക്കെ ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്വാതന്ത്ര്യം എടുത്തു പോയതാണ്. ഇനിയും ഇവിടെ ആളുകൾ നമ്മളോട് സംസാരിക്കേണ്ടതുണ്ട്. ഞാൻ കുറച്ച് നേരം കൂടി ഇവിടെ ഇരുന്നിട്ട് ഞാനും ഇറങ്ങും. കാരണം ഇന്ന് തിരിച്ച് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടൊന്ന് പോകണം, കുറച്ച് നേരമൊക്കെ ഒന്ന് മാറിയിരുന്ന് വിശ്രമിക്കണമെന്നുണ്ട്. അതുകൊണ്ട് ബാക്കി ചടങ്ങുകൾ നടത്തുമ്പോൾ ഞാനൊന്ന് അടുത്ത പ്രഭാഷകൻ്റെ സംസാരം തുടങ്ങുമ്പോഴേക്കും ഞാനൊന്ന് ഇറങ്ങും. എല്ലാ പൊരുത്തവും എനിക്ക് നിങ്ങൾ തരണം. എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്നോ എൻ്റെ പ്രസംഗത്തിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാണെന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് എനിക്ക് പൊരുത്തം തരണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.